ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിച്ചണിൻ്റെ റെൻഡറാണ്. ഫയൽ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് D5ലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ചെയ്യുന്ന ഈ ഒരു കിച്ചണിൻ്റെ ഫയലും ഞാൻ അതിലേക്ക് അപ്ലോഡ് ചെയ്യും. സോ ഫയൽ വേണമെന്നുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫയൽ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഞാനിവിടെ ന്യൂ സീൻ കൊടുത്തു. ദെൻ ഓട്ടോ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഫ്ലൈറ്റിലേക്ക് വന്നു. ഔട്ട് സൈഡ് വന്നിട്ട് ഞാൻ ഈ ലൈറ്റൊക്കെ 3DS തന്നെയാണോ സെറ്റാക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഇതിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. എന്നോട് കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നമുക്ക് 3DS തന്നെ ലൈറ്റ് സെറ്റ് ചെയ്തുകൂടെയെന്ന്. സോ ആ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓട്ടോ ലൈറ്റ് ഓഫ് ആക്കാം. നമുക്കെപ്പോഴും ഓട്ടോ എക്സ്പോഷർ ഓഫാക്കി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്താണോ അത് കിട്ടണമെങ്കിൽ ഓട്ടോ എക്സ്പോഷർ ഇപ്പോൾ ഓഫാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഫ്ലോറ് നമുക്ക് ചെറിയൊരു സ്പെക്കുലർ ആഡ് ചെയ്യാം. മീൻസ് അതിൻ്റെ മെറ്റീരിയൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ മാർബിളിൽ നിന്ന് മെറ്റീരിയൽ സെക്ഷൻ കൊണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിലൊരു അർമാനിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ വാൾട്ടയിലും നമുക്ക് വേണമല്ലോ. സോ ഞാൻ അതും ഇതിൽ തന്നെയാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ട, ഇതിൽ പാറ്റേൺ ഉണ്ടാവും. കിച്ചൺ സെർച്ച് ചെയ്താൽ കിച്ചൺ. ഓക്കെ, അത് നമുക്കൊന്ന് നോക്കിയെടുക്കാം എന്തായാലും. സോ നമുക്ക് മറ്റേ ഫ്ലോർ ടൈലൊന്ന് ഓക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു 2 വാൾട്ടൈലിൻ്റെ ടെക്സ്ചർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡാണ് നോക്കുന്നത്. ട്രൈ ഓണാക്കി നോക്കട്ടെ. പോരാ. സോ ഇത് തന്നെ ഫിക്സ് ചെയ്യാം നമുക്ക്. നോക്കിയാൽ കാണും ഇതിനൊക്കെ റിഫ്ലക്ഷൻ ഭയങ്കര കൂടുതലാണ്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ സ്പെക്കുലർ എന്ന് പറയുന്നത് D5 നമ്മൾ റിഫ്ലക്ഷൻ സ്പെക്കുലർ എന്നാണ് കാണുന്നത്. ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് അത് കൂടുകയും കുറയും ചെയ്യുക. സോ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി.
റഫ്നെസ് കൂട്ടിയാലും മതിയാവും റിഫ്ലക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ സീനിൽ ഇനിയിപ്പോൾ ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ്. അപ്പം അതിനെ നമുക്കൊരു ഡിക്സ് ലൈറ്റ് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തെ ഡോറിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ഇവിടെ ബേസ് കളറിൽ വന്ന് ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഉണ്ടാവുക. നമുക്കതൊന്ന് വൈറ്റിലേക്ക് മാറ്റിയിട്ട് ബേസ് കളർ മാപ്പിലേക്ക് വന്നിട്ട് നമുക്ക് ഈ ഒരു കളർ ഐവറി കളറിലേക്ക് പിക്ക് ചെയ്യാം. അത് സോ അതിൻ്റെ സ്പെക്കുലർ ഒന്ന് കൂട്ടി റഫ്നെസ് ഒന്ന് കുറച്ചോട്ടെ. സോ ഓൾമോസ്റ്റ് ഓക്കെയാണ്. അതേപോലെ ഇതിൻ്റെ വാല്യൂ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. 2500 ഇട്ടോളാം. കുറച്ചുകൂടി ഒന്ന് വാം ടോണിലേക്ക് വന്നോട്ടെ. ഇത് 3ds നമ്മൾ ലൈറ്റ് സെറ്റാക്കിയതുകൊണ്ടാണ് കേട്ടോ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. മീൻസ് ഞാൻ എപ്പോഴും D5 തന്നെ വന്നിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ എന്നോട് പറഞ്ഞല്ലോ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നമുക്ക് 3ds ലൈറ്റ് സെറ്റാക്കിയിട്ട് ചെയ്ത് കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം മീൻസ് ചിലപ്പോൾ വേറെ എളുപ്പവഴി ഉണ്ടാവുമായിരിക്കും. ഇത് സെപ്പറേറ്റ് ഗ്രൂപ്പാക്കി വെച്ച് ഒരു പക്ഷേ കിട്ടുമായിരിക്കും. സോ ഞാൻ മെയിൻ പ്രശ്നം 3ds മാക്സിൽ ലൈറ്റ് സെറ്റാക്കിയിട്ട് D5ലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നൊരു പ്രശ്നമാണ് ഞാൻ ഫേസ് ചെയ്യാറുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ പൊതുവേ D5 തന്നെ വന്നിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാറുള്ളത്. മീൻസ് കുറച്ചുകൂടി എളുപ്പം എനിക്ക് അതാണ്. വീറയിലാണെങ്കിൽ നമുക്ക് മീൻസ് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കത് ചെയ്ത് നോക്കുന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. എനിക്ക് അതിനെക്കാട്ടി എത്രയോ ഫാർ ബെറ്റർ ആയിട്ടാണ് D5 ലൈറ്റ് സെറ്റാക്കുന്നത് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ 3ds വീറെ ലൈറ്റ് ആഡ് ചെയ്യാണ്ട് വീറെ കൊറോണയോ ഏതാണെന്ന് വെച്ചാൽ ആ ലൈറ്റ് അവിടെ ചെയ്യാതെ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. സോ നമുക്കിപ്പം പുറത്തത്തെ ഈ ഒരു ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ഡള്ളാക്കാം. അത് അത്ര ലൈറ്റ് വേണ്ട നമുക്ക് സ്ക്രീനകത്തേക്ക്. സോ നമുക്ക് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സണ്ണിൻ്റെ വെളിച്ചമാണ്. നമുക്ക് അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു നൈറ്റ് ടോൺ അല്ലെങ്കിൽ ഒരു വാം ടോണിലേക്ക് മീൻസ് ഒരു പുറത്ത് നിന്ന് അകത്തേക്ക് വരുന്ന ലൈറ്റൊന്ന് കുറച്ചിട്ട് ചെയ്യാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഇത് രണ്ടും ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. മീൻസ് അത് മെറ്റീരിയൽ മിസ്സായിരിക്കാനാണ് വഴി. അവിടെ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു ഗ്ലാസ് മെറ്റീരിയൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ബേസിക് ഗ്ലാസ് മെറ്റീരിയൽ ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കട്ടെ. ഒരു പക്ഷേ കിട്ടിയേക്കാം, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഓക്കെ, അതൊന്ന് പിക്ക് ചെയ്തിട്ട് ബേസ് കളർ അത് ചേഞ്ച് ആവുന്നില്ല. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്തോളാം. ഞാനിന്ന് ഇതിൽ ഒരു റെൻഡർ സെറ്റപ്പ് അല്ലാതെ ക്യാമറയുടെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. മീൻസ്
നമുക്ക് വേണ്ട സീനൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കുക. സോ ഇവിടെ ഞാൻ ക്യാമറ സീൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്യാമറ സെറ്റിംഗ് വരുന്നു. ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബേസിക്കലി ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണത്. അത് ഓൺ ആക്കിയിട്ട് സെറ്റ് ഫോക്കസ് വന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കണ്ടോ ഫോളോ ഫോക്കസ് ചെയ്ത് ടിക്കായിരിക്കണം ശ്രദ്ധിക്കണം. ഈ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളത് ബ്ലറായി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുള്ളത്. സി ഞാനിപ്പോൾ ഇവിടെയാണ് പ്രസ് ചെയ്യുന്നത്, മീൻസ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പം ബേക്കിൽ ബ്ലറായിട്ടുണ്ട്. ഇനി അതല്ല നമുക്ക് പുറകിലത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, നമ്മൾ എവിടെ മൗസ് പോയിന്റ് വെച്ച് ക്ലിക്ക് ചെയ്യുന്നു അത് മാത്രം ഫോക്കസ് ആയിട്ട് ബ്ലർ ചെയ്യും. മീൻസ് നമുക്കൊരു DSLR-ലൊക്കെ ഫോട്ടോസ് എടുക്കുമല്ലോ, ആ ഒരു എഫക്റ്റ് കിട്ടും. അത് ഡെപ്ത് ഓഫ് ഫീൽഡ് ബീറേനും ഈ ഒരു ഫീച്ചർ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നല്ലോ. ഇതിങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു ഔട്ട് എന്തായാലും എടുക്കാം. സോ ഒന്ന് ക്യാമറ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അതെന്താണെന്നറിയില്ല, ഇമ്പോർട്ട് ചെയ്ത ഫയലിൻ്റെ പ്രശ്നമായിരിക്കും. നമുക്കത് ഗ്ലാസ് എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ അത് ചെയ്ത് കഴിഞ്ഞു. ദെൻ പുറത്ത് ഇത്രയും വെളിച്ചം വേണ്ട കേട്ടോ. മീൻസ് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സീനിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ അത് കുറച്ചൊന്ന് ഡള്ളായിക്കോട്ടെ. ഓക്കെ, ഇതിപ്പം ഓക്കെയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ഫീലിന് വേണ്ടിയിട്ട് ഇതിലൊക്കെ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനൊക്കെ ആഡ് ആവുന്നതേ ഉള്ളൂ. സോ നമുക്കിതിനൊന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വെച്ചോന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും നിർബന്ധമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കിങ്ങനെ വെച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോക്കസിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് റെൻഡർ ഔട്ട് എടുക്കാൻ പറ്റും. അതിനൊന്ന് റെൻഡറായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തോട്ടെ. ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സീൻ ഇവിടെ ആഡ് ചെയ്തിട്ട് കൊള്ളാമല്ലേ. സോ ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നമുക്ക് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഓരോ ഫീച്ചേഴ്സായിട്ട് ഇതിൽ കവർ ചെയ്ത് പോവാം. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ മോഡൽ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ലൈറ്റിങ്ങും കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഫ്ലോറിങ് പറ്റിയ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. സോ ഞാനിപ്പോൾ നിലവിൽ ഈ ഒരു ഹ്യൂമൻ ക്യാരക്ടറിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ സീനിലേക്ക് വന്നു. ദെൻ ക്യാമറ എടുത്തു. ഇതാണ് നമ്മുടെ ഒരു റെൻഡർ ഇൻ്റർഫേസ് എന്ന് വെച്ച് വരുന്നത് D5. നമുക്കിതിൽ 60:9 എന്ന് പറഞ്ഞിട്ടൊരു റേഷ്യോ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. ഇത് ഇത്ര ഈ ഒരു സ്ക്വയറാണ് നമുക്കിപ്പോൾ റെൻഡർ ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് 4:3, 3:1, 1:1 എന്നൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതിൽ ഞാനിപ്പോൾ ഒറിജിനലാട്ടോ ചെയ്യാറുള്ളത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ സൈസാണ്, പ്രീസെറ്റ് സൈസാണ്. 2K, 4K, 6K, 8K, 16K വരെ നമുക്കിത് കിട്ടും. സോ ഫ്രീ വേർഷനിൽ നമുക്കിത് കിട്ടും കേട്ടോ, 16K വരെ. അപ്പം
അതുപോലെ തന്നെ 16K റെൻഡർ ചെയ്യുകയാണെങ്കിൽ ഫയൽ സൈസ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഫയൽ സൈസിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഇത് ക്വാളിറ്റി കൂട്ടി റെൻഡർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂം ചെയ്താൽ പോലും ആ ഒരു ക്ലിയർ നഷ്ടപ്പെടത്തില്ല. മീൻസ് അതിൽ ഡിഫറെൻ്റായിട്ട് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞാൻ ആദ്യം ഒന്ന് 2K റെൻഡർ ചെയ്തോട്ടെ, അത് കഴിഞ്ഞ് 16K ഒന്ന് റെൻഡർ ആയിട്ട്. മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാമറ ഞാൻ നേരത്തെ കാണിച്ച ഫോക്കസിൻ്റെ രീതിയിലും ഔട്ട് എന്തായാലും ഇതിൻ്റെ എൻഡിങ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. സോ ആ റെൻഡർ ചെയ്യുന്ന പ്രോസസ്സ് കാണിക്കുന്നില്ല. മീൻസ് നിങ്ങൾക്കറിയില്ല, റെൻഡർ എടുക്കുന്നു, നമ്മൾ ലൊക്കേഷൻ കൊടുക്കുന്നു, റെൻഡർ ചെയ്യുന്നു. മീൻസ് അതിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ വരുന്നൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ റെൻഡറിങ് ടൈമാണ്. അപ്പോൾ മീൻസ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പവർ പോലെയായിരിക്കും എത്ര സമയം കൊണ്ട് ഈ ഔട്ട് വിടും. എന്ത് തന്നെയാലും വീരനെക്കാട്ടിയും ഫാർ ബെറ്ററായിട്ട് നമുക്ക് ഇതിൽ റെൻഡറിങ് ടൈം ലാഭിക്കാൻ പറ്റും. അത് ഞാൻ ഉറപ്പുവരാം. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടോയെന്നറിയില്ല. D5ൻ്റെയും വീരയും കമ്പാരിസൺ വീഡിയോ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണും. ഞാൻ എന്തായാലും കാർഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെന്ന് വെച്ചാൽ ഒന്ന് ലിങ്ക് മെൻഷൻ ചെയ്യാം. സോ അതിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റെൻഡറിങ് ടൈമും വീറയുടെ റെൻഡറിങ് ടൈമും D5യിലെ റെൻഡറിങ് ടൈമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഞാനത് കാണിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ഔട്ട് ഞാൻ ഇതിനെന്തെങ്കിലും കൊടുത്തേക്കാം. സോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഈ ഫയൽ ഫുള്ളായിട്ട് ഫുൾ സീന് അങ്ങനെ തന്നെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സോ ഡൗൺലോഡ് ചെയ്താൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓരോ സിംഗിൾ ഫയലായിട്ടും വേറൊരു ഫയലിലേക്ക് വേറെ നിങ്ങളൊരു കിച്ചൺ ചെയ്യുമ്പം സ്റ്റൗവും മീൻസ് ഈ ഒരു ആക്സസറീസ് മീൻസ് ഡെക്കർ ഐറ്റംസ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. സോ അതിന് വർധന പോകണമെന്നില്ല. സോ ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ ഇത് അപ്ലോഡ് ചെയ്തേക്കാം. നമ്മുടെ ഫയൽ സൈസ് ഡിഫറൻസ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നോർമൽ 2K റെൻഡറാണ്. അതിൻ്റെ സൈസ് വരുന്നത് ഞാൻ കാണാൻ പറ്റും 6 MB ആണ് വരുന്നത്, 6.28 MB. സോ അത് തന്നെ നമുക്ക് 8Kയിലേക്ക് മാറുമ്പം 47 MBയോളം വരുന്നുണ്ട്. സോ അത് റെൻഡർ ചെയ്യാൻ അത്ര തന്നെ ടൈം എടുക്കും. പക്ഷെ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് നോർമൽ 2K റെൻഡറാണ്. സോ നമുക്കിപ്പം ഇവിടെ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഒരു എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അത് കാണാൻ പറ്റും. അതേസമയം നമ്മുടെ 8K റെൻഡറിലേക്ക് പോകുമ്പോൾ കണ്ടോ, ഈ ഒരു ബ്രാൻഡ് നെയിം നമുക്ക് നേരത്തെ മറ്റതിൽ കുറച്ച് ബ്ലറായിരുന്നു. സോ ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചൈനീസ് നെയിമൊക്കെ ചൈനീസ് ആണെന്ന് ഇതിലാണ് മനസ്സിലാകുന്നത്. സോ ഇതാണ് ഒരു ക്വാളിറ്റിയുടെ വ്യത്യാസം. ഇത് കൂടുതൽ പറയാനൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. സോ അത്ര തന്നെ ആയാലും നമുക്കൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി 10 മിനിറ്റ് 16K റെൻഡർ ചെയ്യുമ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാട്ടോ ഞാൻ പറയുന്നത്. സോ അതിലൊക്കെ ഇത്രയും സമയം കൊണ്ട് വീറയിലൊന്നും തപസ്സിരുന്നാൽ കിട്ടത്തില്ല. നിങ്ങൾക്കറിയാലോ റെൻഡറിങ് ടൈം എത്രത്തോളം വേണ്ടി വരുന്നു. സോ അതനുസരിച്ച് ഇതിനൊക്കെ ഡീറ്റെയിലിംഗ് ഉണ്ടോ നിങ്ങൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും പെർഫെക്ഷൻ കിട്ടും, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.